ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണേ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഗായ്സ്, ഇന്നും എൻ്റെ ബാഗ് തൂക്കാനുള്ള ദേവനാണ്. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഉണ്ണി വണ്ടി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ റോഡിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ദാ ശിംബുവിനെ തൂക്കി വെച്ചോണ്ടിരിക്കുന്നു. ദേവൻ ദാ എൻ്റെ പുറകിൽ നിൽക്കുന്നു. ഇതൊരു ദേവൻ പറയുന്നു മാമൻ വരണം. അങ്ങനെ ദാ അവൻ്റെ മാമൻ ദാ ഹെൽപ്രോ ഡ്രൈവർ വണ്ടി ഇറക്കിക്കൊണ്ട് വരുന്നു. ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ 2 കാലും വെച്ച് വെള്ളം തുഴയുന്ന പോലെയാണ് അവിടെ നിന്ന് ഇറക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അവിടെ നിന്ന് ഇറക്കാൻ കുറച്ച് പാടാണെന്ന്. അങ്ങനെ ദാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. അതാ നമ്മൾ പോകുന്നത് വേറെ എവിടെയുമല്ല, തൃപ്പരപ്പാണേ. അപ്പം നമ്മൾ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറയാം. അപ്പോൾ ഇതാ ദുവിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല ഉറക്കം വന്നിട്ടാണ് അവൻ ഇരുന്നത്. അതിൻ്റെ കുറച്ച് നിർബന്ധവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വണ്ടി കയറി നമ്മുടെ കുച്ചപ്പുറം നമ്മുടെ കുച്ചപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുന്നതിന് മുന്നേ എത്താറായപ്പോഴത്തേക്ക് അവൻ്റെ കണ്ണൊക്കെ അടഞ്ഞ് അവൻ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പോണതിൻ്റെ കാര്യം, നമ്മൾ പോണതിൻ്റെ റീസൺ അല്ലേ ഇനി പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, ഞാനും ഉണ്ണിയും കൂടെ രാവിലെ ഒരു യുദ്ധം നടത്തിയായിരുന്നു. അപ്പം അതിന് കോംപ്രമൈസായിട്ട് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ അവിടെ അടുത്ത് എവിടെ പോകാമെന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തൃപ്പരപ്പ് വാട്ടർഫോൾസ് കണ്ടു. അപ്പോൾ അവിടെ ഞാൻ മുന്നേ പോയിട്ടില്ല. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടു. അപ്പം അങ്ങോട്ട് പോകാമെന്ന് കരുതിയാണ് അത് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകാമെന്ന് കരുതി. അത് പോയതൊരു പട്ടി ചന്തയ്ക്ക് പോണ കൂട്ടായി. ഞാൻ ബാക്കി വഴിയെ ഞാൻ പറയാം. അപ്പം നമ്മൾ വെള്ളറട നെട്ട വഴിയാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല സൂപ്പർ സീനറിയൊക്കെയാണ് അങ്ങോട്ട് പോണ വഴിക്ക് കാണാനായിട്ട്. ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് 28-29 കിലോമീറ്റർ എന്തോ ഉള്ളത് തൃപ്പരപ്പ് പോകാനായിട്ട്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കാഴ്ച കണ്ട് പോവാണ്. ദുവിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. പിന്നെ നമ്മൾ മൂന്നും ഇതിന് മുന്നേ നമ്മളൊരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് നെറ്റയിൽ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ ഏതൊരു അമ്മൂമ്മയുടെ ഒരു കടയുണ്ട്, അവിടെ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ വരെ അതിൻ്റെ ഇപ്പുറത്തോട്ട് ഞാൻ വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേരള തമിഴ്നാട് ബോർഡർ വരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി തന്നെ നിറയെ ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് ചെറിയ കടകൾ, നമ്മുടെ പുഴയല്ലേ, പുഴയുടെ മീൻ അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് കുറേ കടകളുണ്ട്. നമ്മൾ പോണ വഴിക്ക് തന്നെ കുറേ കടകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങാനായിട്ടൊന്നും നിന്നില്ല. അങ്ങനെ ഇവിടെ നോക്കിയാൽ കുറേ മലകളും കുറേ വ്യൂസൊക്കെ ഉണ്ട്. നല്ല വ്യൂസാണ് ഇവിടെ നിന്ന് നോക്കിയാൽ. ഈ ചിറ്റാർ ഡാമോ അങ്ങനെ എന്തോ ഡാമും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ എല്ലാ മരത്തിലും മഞ്ഞ കളർ പൂവ് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് നമ്മൾ പെട്രോൾ പമ്പ് തപ്പി നടന്ന് അവസാനം നമുക്ക് കിട്ടിയ നയാര. ദിവസം മുന്നേ എന്തോ ആണ് അവിടുത്തെ പെട്രോളിൻ്റെ പൈസ കൂട്ടിയത്. തമിഴ്നാട്ടിൽ വന്ന് ലാഭത്തിൽ പെട്രോൾ അടിക്കാമെന്ന് കരുതി. പക്ഷേ കേരളത്തിലെ പെട്രോളിൻ്റെ പൈസയ്ക്ക് തന്നെ നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നേ. അങ്ങനെ ഒരു പണി കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൃപ്പരപ്പ് വന്ന കഥയാണ് ഞാൻ ബാക്കി പറയുന്നത്. അങ്ങനെ വലിയ ഉത്സാഹത്തോടെ വന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ശബരിമല സീസണല്ലേ ഇപ്പം. അപ്പോൾ മൊത്തം തമിഴന്മാരും വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളുള്ള ഒരു ഒറ്റ മലയാളി പോലും ഞാനവിടെ കണ്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് തമിഴ്നാട്ടിലാണെങ്കിലും ഞാൻ ആരെയും കണ്ടില്ല. നമുക്ക് പിന്നെ ഇറങ്ങണമെന്നൊന്നും തോന്നിയില്ല. നമ്മളതുകൊണ്ട് ഇറങ്ങിയില്ല. ഒരു 5 മിനിറ്റ് അതിൻ്റെ അടുത്ത് പോയി നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മളിതാ തിരിച്ച് അങ്ങോട്ടുള്ള എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അത് മാത്രമല്ല, നമ്മൾ ഇറങ്ങിയാൽ തന്നെ ഡ്രസ്സ് മുഴുവൻ നനയും. നമ്മൾ വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. യൂണിയൻ്റെ അടുത്ത് പറഞ്ഞില്ല കാര്യം, ഞാൻ ഓർത്തില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വായി നോക്കി അങ്ങനെയൊക്കെ നിന്ന് തന്നിട്ട് തിരിച്ച് ഒരു 10 മിനിറ്റ് നിന്നിട്ട് നമ്മൾ തിരിച്ചങ്ങ് പോകാമെന്ന് കരുതി. വേറെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി ബീച്ച് അടുത്തുണ്ടോ നോക്കിയപ്പോൾ ബീച്ചിലോട്ട് ഇനി 28 കിലോമീറ്റർ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ മുകളിൽ കയറിയിട്ട് ചായക്കടയിൽ ചായ കുടിക്കാൻ നോക്കിയപ്പം ആ ചേച്ചിയാണെങ്കിൽ ദുവിയെ വിളിക്കുവാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. അങ്ങനെ ഒരുമാതിരി ഒരു യാത്രയായിപ്പോയി. മനസ്സെന്തോ പോലെയായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കുറേ കുരങ്ങന്മാരെ കണ്ടു വരുന്ന വഴിക്ക്. അപ്പോൾ അതിനെ ദുവിക്കും കാണിച്ചു കൊടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും 2 കുരങ്ങന്മാർ മതിലിരിക്കുന്ന കണ്ടിട്ട് നമ്മൾ നിർത്തി. അടുത്ത് പോയി വീഡിയോ എടുക്കാൻ നേരം നിർത്തിയത്. പക്ഷേ അത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നമ്മൾ പേടിച്ചു പോയി. പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത്.
അങ്ങനെ ഞാൻ ദുവിയെ വെച്ചിട്ട് കുറേ നേരം അവനെ കളിപ്പിച്ച് കുറേ വീഡിയോ എടുത്ത് അവസാനം അവൻ കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലും വന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.